ന്യൂസിലാൻഡിൽ ഞാൻ വന്ന സമയത്ത് ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ആൾക്കാർ കൃത്യം 5 മണിയാവുമ്പം ലാപ്ടോപ്പൊക്കെ അടച്ച് വീട്ടിൽ പോകും. ആരെങ്കിലും എക്സ്ട്രാ വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഒരു കുറ്റബോധം ഇല്ലാതെ അവരുടെ മുഖത്ത് നോക്കി നോന്ന് തന്നെ പറയും. അല്ലെങ്കിൽ എനിക്ക് വേറെ ഫാമിലി ടൈം വേണമെന്നോ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നൊക്കെ പറയും. അതിപ്പോൾ വർക്കിൽ മാത്രമല്ല, പേഴ്സണൽ ലൈഫിലും. പക്ഷേ നമ്മൾ മലയാളികളോ, നമുക്ക് നോ പറയാൻ ഭയങ്കര പേടിയാണ് അല്ലേ. നാട്ടുകാരെന്ത് പറയും, ബന്ധുക്കൾക്ക് വിഷമാവുമോ എന്ന് ചിന്തിച്ചിട്ട് നമ്മളെല്ലാവരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി നോക്കും. ഇതിനെയാണ് സൈക്കോളജിയിൽ പീപ്പിൾ പ്ലീസർ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുമോ? നമുക്ക് സയൻസ് കൂടെ നോക്കാം കേട്ടോ. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ APA ഒരു സ്റ്റഡി പറയുന്നത് എപ്പോഴും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവരിൽ ഡിപ്രഷനും സ്ട്രെസ്സും വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ്. ഇനി ഇതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇപ്പം ജോലി ചെയ്യുന്ന 2 പേരെ വിചാരിക്കുക. ഒരാൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം വലിയ ലോൺ എടുത്ത് വണ്ടി വാങ്ങും, വീട് മേടിക്കും, ഇഷ്ടമല്ലെങ്കിലും എല്ലാ ഫംഗ്ഷനും പോവും, അവസാനം സ്ട്രെസ് അടിച്ച് വീട്ടിലിരിക്കും. മറ്റേയാൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ധൈര്യമായിട്ട് നോന്ന് പറയും. ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പം സ്വന്തമായിട്ട് കുറച്ച് മീ ടൈം ഉണ്ടാവും, സ്വന്തമായി സമയം ചെലവഴിക്കും, തൻ്റെ മെൻ്റൽ പീസ് ആസ്വദിക്കും. മറ്റുള്ളവരുടെ വാലിഡേഷൻ നോക്കി ജീവിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കുക. നോ എന്ന് പറയുന്നത് ഒരു അഹങ്കാരമൊന്നുമല്ലല്ലോ, അതൊരു ഡിസിപ്ലിനാണ്. ഇനി ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നത്? പീപ്പിൾ പ്ലീസർ ആണോ അതോ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്ന ആളാണോ? കമൻറ്റിൽ പറയൂ, നമുക്ക് വായിക്കാമല്ലോ.